ഗൈസ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് മട്ടാഞ്ചേരി പാലസിലാണ്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പാലസ് ഇപ്പോഴും ഉള്ളത്. മട്ടാഞ്ചേരി കൊട്ടാരം, ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് കൊച്ചിയിലെ ഒരു ചരിത്ര സ്മാരകമാണ്. 1555 പോർച്ചുഗീസ് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയ ഈ കൊട്ടാരം പിന്നീട് ഡച്ചുകാർ ഇതിൽ വരുത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഡച്ച് പാലസ് എന്നറിയപ്പെട്ടു. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായ ചിത്രങ്ങളും കേരളീയ ചുവർ ചിത്രങ്ങളും മറ്റു പല ചരിത്രപ്രസിദ്ധമായ വസ്തുതകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കഥകളും ശ്രീകൃഷ്ണന്റെ രൂപവും ചിത്രീകരിക്കുന്ന മനോഹരമായ ചുവർച്ചിത്രങ്ങൾ ഇവിടെയുണ്ട്. കൊച്ചി രാജവംശത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വാളുകൾ, കിരീടങ്ങൾ, നാണയങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കുന്ന ഒന്നാണ് മട്ടാഞ്ചേരി പാലസ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് മട്ടാഞ്ചേരി പാലസിലാണ്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പാലസ് ഇപ്പോഴും ഉള്ളത്. മട്ടാഞ്ചേരി കൊട്ടാരം, ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് കൊച്ചിയിലെ ഒരു ചരിത്ര സ്മാരകമാണ്. 1555 പോർച്ചുഗീസ് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയ ഈ കൊട്ടാരം പിന്നീട് ഡച്ചുകാർ ഇതിൽ വരുത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഡച്ച് പാലസ് എന്നറിയപ്പെട്ടു. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായ ചിത്രങ്ങളും കേരളീയ ചുവർ ചിത്രങ്ങളും മറ്റു പല ചരിത്രപ്രസിദ്ധമായ വസ്തുതകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കഥകളും ശ്രീകൃഷ്ണന്റെ രൂപവും ചിത്രീകരിക്കുന്ന മനോഹരമായ ചുവർച്ചിത്രങ്ങൾ ഇവിടെയുണ്ട്. കൊച്ചി രാജവംശത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വാളുകൾ, കിരീടങ്ങൾ, നാണയങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കുന്ന ഒന്നാണ് മട്ടാഞ്ചേരി പാലസ്.